ഓഗസ്റ്റിൽ ഓണം എക്സാം സ്റ്റാർട്ട് ചെയ്യാണ്. ഓണം എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികളെല്ലാം നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട 6 കാര്യങ്ങൾ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. വെൽക്കം ടു എജ്യൂപോഡ്, ഇറ്റ്സ് മീ നാഫി. എല്ലാവർക്കും മക്കളെ എജ്യൂപോഡിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ നാഫി. അപ്പോൾ നിങ്ങൾ 2-3 കാര്യങ്ങൾ കമന്റ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ വീഡിയോയുടെ അവസാനം വരെ കാണട്ടോ. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ഓണം എക്സാമിന് എത്ര ചാപ്റ്റേഴ്സ്, ഓരോ സബ്ജക്റ്റിനും നിങ്ങൾ എത്ര ചാപ്റ്റേഴ്സ് പഠിച്ചു കഴിഞ്ഞു. 2, ഓണം എക്സാമിന് വേണ്ടി നിങ്ങൾ ുന്നുണ്ടോ. അതായത് ഒന്നാമത്തെ ചോദ്യം പഠിച്ചു എന്നല്ല, എത്ര ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് സ്കൂളിൽ എടുത്തു കഴിഞ്ഞതാണ്, ഓരോ സബ്ജക്റ്റിൽ എത്ര ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് സ്കൂളിൽ എടുത്തു കഴിഞ്ഞു. രണ്ടാമത്തെ ക്വസ്റ്റ്യന്, ഈ എടുത്ത ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിക്കുന്നുണ്ടോ. മൂന്നാമത്തെ ക്വസ്റ്റ്യന്, നിങ്ങൾക്ക് ഓണം എക്സാമിന് ഏറ്റവും ബെസ്റ്റ് മാർക്ക് വാങ്ങി ക്ലാസ് ടോപ്പർ ആവാൻ ആഗ്രഹമുണ്ടോ. 3ന്റെ ആൻസർ ഒന്ന് കമന്റ് ചെയ്യുക. ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ക്ലാസ്സിലുള്ള മുഴുവൻ കുട്ടികൾക്ക് എന്ത് ചെയ്യുക, ഒന്ന് അയച്ചു കൊടുക്കുക. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓണം എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടി ഏറ്റവും മികച്ച മാർക്ക് വാങ്ങി ക്ലാസ് ടോപ്പർ ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ ഫോളോ ചെയ്യേണ്ട 6 ടിപ്സ് ആണ്. ആൻഡ് ഫസ്റ്റ് വൺ, ഓണം എക്സാമിനെ കുറിച്ച് നിങ്ങൾ സീരിയസ് ആണ്. പല കുട്ടികളുടെയും മെയിൻ പ്രശ്നം എന്താ, അവർ സീരിയസ് അല്ല. അവർ ഓണം എക്സാം ഒരു എക്സാം അല്ലേ, ആനുവൽ എക്സാം അല്ലെങ്കിൽ പബ്ലിക് എക്സാം മാർച്ചിലല്ലേ എന്ന് വിചാരിച്ച് വെറുതെ നിൽക്കുകയാണ്. ഓണം എക്സാമിന് നമ്മൾ സീരിയസ് ആവണം. ഓണം എക്സാമിന് സീരിയസ് ആവുന്നതാണ് മൂന്നാമത്തെ കാര്യം. എന്താടാ, ആകെയുള്ള സബ്ജക്റ്റ്, ഒരു സബ്ജക്റ്റിന്റെ ആകെയുള്ള ചാപ്റ്റേഴ്സിന്റെ 30% ചാപ്റ്റേഴ്സ്, സബ്ജക്ട് ഏതുമായിക്കോട്ടെ, എല്ലാ സബ്ജക്റ്റിന്റെയും 30% ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് എവിടെ ചോദിക്കും, ഓണം എക്സാമിന് ചോദിക്കും. അപ്പൊ നിങ്ങൾ ഓണം എക്സാമിന് ഈ 30% ചാപ്റ്റേഴ്സ്, ഈ 30% ചാപ്റ്റേഴ്സ് നിങ്ങൾ കൃത്യമായിട്ട് വൃത്തിക്ക് പഠിച്ചാൽ, ഈ 30% ചാപ്റ്റേഴ്സ് അഥവാ 30% ചാപ്റ്റേഴ്സ് നിങ്ങൾ കൃത്യമായിട്ട് വൃത്തിക്ക് പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അത്രയും ചാപ്റ്റേഴ്സ് അവിടെ ഈസിയാക്കി മാറ്റാം, ഈസിയാക്കി പഠിച്ച് സെറ്റാക്കി വെക്കാം. കാരണം ഈ ചാപ്റ്റേഴ്സ് നിങ്ങൾ ക്വസ്റ്റ്യൻ നിങ്ങളുടെ ആനുവൽ എക്സാമിനും പബ്ലിക് എക്സാമിനും ചോദിക്കും അല്ലേ. അപ്പോൾ ഈ ആനുവൽ എക്സാമിനും പബ്ലിക് എക്സാമിന് എന്ത് ചെയ്യും, ഓണം എക്സാമിന് പോർഷൻസിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ ഈ ഓണം എക്സാമിന് നിങ്ങൾ 30% ചാപ്റ്റേഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ അത്രയും ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് അവിടെ സെറ്റായി. ഇപ്പം നിങ്ങൾ ഈ ഓണം എക്സാമിന് ഈ 30% ചാപ്റ്റേഴ്സ് പഠിച്ചിട്ടില്ലെങ്കിൽ വരാൻ പോകുന്ന പ്രശ്നം എന്താ, അത് നിങ്ങൾക്ക് അവിടെ ഒരു ബാക്കിയായി കിടക്കും. എന്നിട്ട് ക്രിസ്മസ് എക്സാമിനും അല്ലെങ്കിൽ പബ്ലിക് എക്സാം അല്ലെങ്കിൽ ആനുവൽ എക്സാമിന് എന്ത് ചെയ്യും, ഒരു ബുദ്ധിമുട്ടായിട്ട് ഭാരമായിട്ട് മാറും. മറിച്ച് നിങ്ങൾ ഇപ്പോൾ ഈ ഒരു 30 ചാപ്റ്റേഴ്സ് പഠിച്ചു തീർക്കുകയാണെങ്കിൽ അപ്പോഴേക്കും മോഡലിനും പബ്ലിക്കിനും ആനുവലിനൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എളുപ്പത്തിൽ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, സെറ്റാക്കാൻ പറ്റും. ഇല്ലെങ്കിൽ ഈ ചാപ്റ്റേഴ്സ് കൂടി പഠിക്കാനുള്ള സമയം നിങ്ങൾക്ക് അവിടെ കിട്ടില്ല. പിന്നെ രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം കൺസിസ്റ്റൻസിയാണ്. ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും മോട്ടിവേഷൻ കാണുമ്പോൾ അല്ലെങ്കിൽ ആരുടെയെങ്കിലുമൊക്കെ മോട്ടിവേഷൻ കാണുമ്പോൾ എന്തെങ്കിലും കാണുമ്പോൾ യെസ് ഇന്ന് മുതൽ ഞാൻ പഠിക്കും സെറ്റ് എന്ന് ഇന്ന് നിങ്ങൾ എന്ത് ചെയ്യും, ബുക്കൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യുന്നു, നിങ്ങൾ ഇങ്ങനെ പഠിക്കില്ല, ബുക്കൊക്കെ എടുത്തിട്ട് എഴുതി വായിച്ച് നിങ്ങൾ എന്ത് ചെയ്യും, പഠിക്കും. ബട്ട് എന്താ സംഭവിക്കുക, 2 ദിവസം കഴിഞ്ഞാൽ പിറ്റേന്ന് തന്നെ ഇന്ന് പഠിച്ച് നാളാകുമ്പോൾ ഇന്നിപ്പോൾ പഠിക്കുന്നു, ഇന്നലെ പഠിച്ചില്ലേ, നാളെ ആവട്ടെ അങ്ങനെ പറഞ്ഞ് എന്ത് കീപ്പ് ചെയ്യാതിരിക്കുന്നത്, കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാതിരിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞ് കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാതിരിക്കുന്നതും എന്താണ് ഒരു പ്രശ്നം കേട്ടോ. ഇങ്ങനെ നിങ്ങൾ നാളെ ആവട്ടെ, മറ്റന്നാളാവട്ടെ, വേറൊരു ദിവസം ആവട്ടെ എന്ന് പറഞ്ഞ് കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാതിരിക്കുന്നത്, അതായത് സ്ഥിരമായി പഠിക്കാത്തൊരു പ്രശ്നമാണ്. അപ്പോൾ സ്ഥിരമായി പഠിക്കണം മക്കളെ, മടിയൊക്കെ മാറ്റി വെച്ച്, ചടപ്പൊക്കെ മാറ്റി വെച്ച് സ്ഥിരമായിട്ട് അങ്ങോട്ടേക്ക് എന്ത് ചെയ്യുക, പഠിക്കാം. അടുത്ത് നിങ്ങൾ ചെയ്യേണ്ടത് പ്രയോറിറ്റൈസ് സബ്ജക്ട് ആൻഡ് ചാപ്റ്റർ. ചില സബ്ജക്റ്റ് നിങ്ങൾക്ക് ടഫ് ആയിരിക്കും, ചില സബ്ജക്റ്റ് ഈസി ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യം കമന്റ് ബോക്സ് ടൈപ്പ് ചെയ്യട്ടോ, ടഫ് സബ്ജക്റ്റ് ഏതൊക്കെ, ഈസി സബ്ജക്റ്റ് ഏതൊക്കെ. ടഫായിട്ടുള്ള സബ്ജക്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് അങ്ങോട്ട് പഠിക്കാം. ഇപ്പോൾ ഈ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ടഫായിട്ടുള്ള സബ്ജക്റ്റ്, ചില സബ്ജക്റ്റിൽ ചില ചാപ്റ്റേഴ്സ് ആയിരിക്കും ടഫ്. അപ്പോൾ ടഫായിട്ടുള്ള സബ്ജക്റ്റ് ആണെങ്കിലും ടഫായിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണെങ്കിലും ടഫ് സബ്ജക്റ്റും ടഫ് ചാപ്റ്റേഴ്സും ഇപ്പോൾ നന്നായിട്ട് അങ്ങോട്ടേക്ക് എന്ത് ചെയ്യുക, പഠിക്കുക. നന്നായി ഫോക്കസ് ചെയ്ത്, നന്നായി ഇൻട്രസ്റ്റോടുകൂടി, കൂടുതൽ കോൺസെൻട്രേഷനോടുകൂടി, കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ടഫ് സബ്ജക്റ്റും ടഫ് ചാപ്റ്റേഴ്സും നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് ഇപ്പം പഠിക്കുക. അതാണ് നിങ്ങൾ ഇപ്പം ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഇതിനാടാ, ടഫായിട്ടുള്ള സബ്ജക്റ്റിനും ടഫായിട്ടുള്ള ചാപ്റ്റേഴ്സിനും. അത് നിങ്ങൾ പഠിച്ചു തീർക്കുക. ദെൻ വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യം, ക്വസ്റ്റ്യൻസ് നന്നായിട്ട് റെഫർ ചെയ്യണം അല്ലേ. നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അല്ലെങ്കിൽ ഓൺലൈനായിട്ടൊക്കെ PYQസും പഴയ വർഷത്തെ ക്വസ്റ്റ്യൻസും ഓരോ ചാപ്റ്ററും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും ഒക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും, ഓരോ ചാപ്റ്ററിലും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഏതൊക്കെയാണ്, ഓരോ ചാപ്റ്ററിൽ നിന്നും ഏതൊക്കെ ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്, ഓരോ ടോപ്പിക്കിൽ നിന്നും എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത്, നമുക്ക് എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് റെഫർ ചെയ്യണം. ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്തിട്ട് ഓരോ ടോപ്പിക്കിൽ നിന്നും ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക, ഓരോ ടോപ്പിക്കിൽ നിന്നും എങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുക എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അടുത്തത് വളരെ ഇമ്പോർട്ടൻറ്റ്, പ്രോപ്പർ റിവിഷനാണ്. നമ്മൾ റിവിഷൻ പ്രോപ്പർ ആക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. നമ്മൾ പഠിച്ചാൽ മാത്രം പോരാ, പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്യണം. ശ്രദ്ധിക്കണേ, പഠിച്ചാൽ മാത്രം പോരാ, പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, റിവൈസ് ചെയ്യണം. പല കുട്ടികളും പറയാണ് പഠിക്കുന്നുണ്ട് സാറേ പക്ഷേ മറന്നു പോകുന്നു. എന്താ പ്രശ്നം, പഠിക്കുന്നുണ്ട് ബട്ട് ദേ ആർ നോട്ട് റിവൈസിങ്. റിവിഷൻ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പഠിച്ചാൽ മാത്രം പോരാ, പഠിക്കുന്ന കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യണം, റിവൈസ്
റിവൈസ് ചെയ്യണം. ഈ 6 കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ കൃത്യമായിട്ട് ഓണം എക്സാമിന് പഠിക്കാൻ തയ്യാറാണെങ്കിൽ ദ ബെസ്റ്റ് റിസൾട്ട് വിൽ ബി യുവേഴ്സ്. അങ്ങനെ നിങ്ങൾക്ക് ഓണം എക്സാമിന് ബെസ്റ്റ് റിസൾട്ട് നേടാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനാണ് എഡ്യൂപോർട്ടിന് എന്തുള്ളത്, സൂപ്പർ ബാച്ച്. നിങ്ങൾക്ക് ഓണം എക്സാമിന് അടിപൊളി മാർക്ക് നേടാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഓണം എക്സാം സ്പെഷ്യൽ സൂപ്പർ ബാച്ച് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഓണം എക്സാം സ്പെഷ്യൽ സൂപ്പർ ബാച്ച് എന്ന് പറഞ്ഞാൽ പലരും വിചാരിക്കും ഓണം എക്സാം തീരുമ്പോൾ ഈ ബാച്ച് അവസാനിക്കോ? ഇല്ല. ഓണം എക്സാം, ക്രിസ്മസ് എക്സാം, പബ്ലിക് എക്സാം, ആനുവൽ എക്സാം, എല്ലാ എക്സാമും നിങ്ങളുടെ മാർച്ച് നടക്കുന്ന അവസാനത്തെ എക്സാം വരെ നമ്മൾ കൂടെ നിൽക്കുന്നതാണ് എന്ത്, നമ്മുടെ സൂപ്പർ ബാച്ച്. അപ്പോൾ സൂപ്പർ ബാച്ചിൽ എങ്ങനെ ജോയിൻ ചെയ്യാൻ പറ്റുക? കമന്റ് ബോക്സിൽ ഒരു ഫോം നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫോം ഒന്ന് ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ nafi.edupod എന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ മെസ്സേജ് അയച്ചോ. ഏറ്റവും നല്ലത് കമന്റ് ബോക്സിൽ ഫോം ഫില്ല് ചെയ്യുന്ന കേട്ടോ. ഫോം ഫില്ല് ചെയ്ത് നമ്മുടെ ടീം നിങ്ങൾ എന്തെങ്കിലും വിളിക്കും. നിങ്ങൾക്ക് വേണ്ട റെക്കോർഡ് ക്ലാസ്, ലൈവ് ക്ലാസ്, സ്റ്റഡി മെറ്റീരിയൽസ്, PYQs എല്ലാം എവിടെ അവൈലബിൾ ആണ്? എഡ്യൂപോർട്ടിന്റെ സൂപ്പർ ബാച്ചിൽ അവൈലബിൾ ആണ്. എഡ്യൂപോർട്ടിന്റെ സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിച്ചാൽ എല്ലാം സെറ്റ് ആകും, എല്ലാം ഓക്കെ ആകും, എല്ലാം റെഡി ആകും. അപ്പോൾ കമന്റ് ബോക്സിൽ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക. അപ്പോൾ മക്കളെ സെറ്റ് ആണല്ലോ, ഓണം എക്സാമിന് ഉഷാറായിട്ട് പഠിക്കുക. സമയം വൈകിട്ടില്ല, നമ്മുടെ മുന്നിൽ സമയമുണ്ട്. കൃത്യമായ എഫേർട്ട് ഇട്ടിട്ട് കൃത്യമായ പ്ലാനിങ്ങോട് കൂടി പഠിക്കാൻ തയ്യാറാണെങ്കിൽ ദ ബെസ്റ്റ് റിസൾട്ട് വിൽ ബി യുവേഴ്സ്. അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കുക, സൂപ്പറായിട്ട് പഠിക്കുക. വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.